ഹായ് ഓൾ, ഇന്ന് ഞങ്ങളുടെ ട്യൂഷൻ വീട്ടിലൊരു ഓണാണ് കേട്ടോ. അപ്പോൾ അച്ചും കിച്ചുമാണ് ആദ്യം. അത് കഴിഞ്ഞത് നമ്മുടെ ഉണ്ണിയണ്ണൻ എത്തി. ഇപ്പോൾ അച്ചും കിച്ചും വരുമ്പോൾ കുറേ പൂവൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് പൂവുണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ജാരി വരുന്നുണ്ട് കേട്ടോ. പിന്നെ തനൂന് അപ്പോൾ അതുപോലെ വരണം എന്ന് പറഞ്ഞ് വലിയപ്പോൾ മുടി കെട്ടി കൊടുക്കുന്നുണ്ട്. മുല്ലപ്പൂവൊക്കെ വെച്ചു ആളും കയറി വന്നു. പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ഒക്കെ ഒരു ഡാൻസ് ഉണ്ടായതാണ്. ഇതാ നമ്മുടെ അടുത്ത ആളെത്തി, ഇക്രു, സോനു, പിന്നെ ദേവാനന്ദ്. ആവണി വന്നിട്ടില്ല കേട്ടോ. ഇത്രയും പേരെ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് എല്ലാവരും കൂടി ഇന്ന് പൂവിടാൻ തുടങ്ങി കേട്ടോ. ഞാൻ കുറച്ച് വെട്ടി കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. അവർ തന്നെ ഒറ്റയ്ക്കാണ് കേട്ടോ പൂവൊക്കെ ഇട്ടത്. അവരെന്നെ എൻജോയ് ചെയ്യട്ടെ വിചാരിച്ചു. അവരങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കുറേ അങ്ങനെ ഓർഡറിലൊന്നും അല്ല കേട്ടോ. എന്തൊക്കെയോ കുറേ ഇട്ടു. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇട്ട് വന്നപ്പോൾ നാടൻ പൂക്കളും കുറച്ച് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പൂക്കളും എല്ലാം കൂടി ഇട്ടു കേട്ടോ. നല്ല ഭംഗിയിലേ കാണാം. അതൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും കൂടി പൂവിൽ ചുറ്റിയിരുന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് കളികൾ തുടങ്ങി കേട്ടോ. നല്ല മഴയായിരുന്നു രാവിലെ. ഒന്നും നടക്കില്ല വിചാരിച്ചതാണ്. പിന്നെ നല്ല വെയിലായിട്ടോ. ഇത് സുന്ദരിക്ക് കൂട്ടുകുത്തലാണ് ആദ്യം. ചെറുതെന്ന് തുടങ്ങാൻ വെച്ചാൽ ജാനിയാണ് തുടങ്ങി. ജാനി എവിടെയോ കണ്ണിലെവിടെയോ കുത്തി. പിന്നെ ഇതാ ഇക്രു കുത്തി കേട്ടോ. ഇക്രു നെറ്റിയുടെ മേലായിട്ട് കുത്തി. പിന്നെ നെക്സ്റ്റ് ഉണ്ണിയണ്ണായിരുന്നു. അവൻ വലിയ അളവൊക്കെ ആയിരുന്നു ഇട്ടാട്ടോ പോയത്. പക്ഷെ അവനെവിടെയോ കുത്തി. പിന്നെ സോനു വന്നു. സോനു ആ തരക്കേടില്ലാതെ എവിടെയോ കുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ എന്താ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ദേവാനന്ദ് കുത്തിയത്. ഇത് അച്ചുവാണ് കേട്ടോ. അച്ചും അടുത്തൊന്നല്ല കുത്തിയത്. അടുത്ത് ദേവാനന്ദ് വരും. ദേവാനന്ദ് കുത്തിയത് കറക്റ്റ് പൊട്ടായിരുന്നു കേട്ടോ. അച്ചു മൂക്കിലാട്ടോ കുത്തിയത്. ഇവനാണ് ദേവാനന്ദ്. ഇവനാണ് ഇതിൽ ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. അതാ കറക്റ്റ് പൊട്ട് വെച്ചെടുത്ത് തന്നെ ഇട്ടാവും കുത്തിയത്. പിന്നെ കിച്ചുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കിച്ചും നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. അവൻ കുറച്ച് സമയം എടുത്താലും അവൻ ചെയ്തു. അങ്ങനെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ കഴിഞ്ഞു. പിന്നെ നാരങ്ങ സ്പൂണായിരുന്നു. ജാനി ഇക്രും കൂടി ഇക്രു ജയിച്ചു. പിന്നെ ഇവർ വലിയവരെല്ലാവരും കൂടിയിട്ട് നിന്ന് ഉണ്ണിയണ്ണം ജയിച്ചു കേട്ടോ. സ്പീഡിലാണ് 3 മിനിറ്റുള്ളതുകൊണ്ട്. പിന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളം ബക്കറ്റിലാക്കി കൊണ്ടുപോകാം കേട്ടോ. ഇവരുടെ 4 പേരുടെയും കൂടി ആദ്യം ചെയ്തു. ഇതിൽ കുറേ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുപ്പി ചെറുതാ വലുതാന്നൊക്കെ പറഞ്ഞ്. എന്തായാലും അച്ചു ജയിച്ചു ഈ കളിയിലെ. പിന്നെ നെക്സ്റ്റ് ജാനിയും ഇക്രുവും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിൽ പിന്നെ എന്തായാലും ഇക്രു അല്ലോ ജയിക്കുള്ളൂ. ജാനിക്ക് ഇതിനൊന്നും വഹിക്കില്ല. ഇക്രു ജയിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് ഇവരെന്താ എക്സ്പ്രഷൻ ഇല്ലാതെ നാരങ്ങ കഴിക്കുന്നതായിരുന്നു കേട്ടോ. ഇതിൽ കിച്ചുവാണ് കേട്ടോ ജയിച്ചത്. പിന്നെ നെക്സ്റ്റ് ബിസ്ക്കറ്റ് നമ്മൾ കണ്ണിൽ വെച്ചിട്ടുള്ളൊരു ഗെയിമില്ലേ. എന്നിട്ട് അത് ആദ്യം വായിലേക്കാക്കേണ്ട ആരാന്ന്. അതിൽ